അന്യഗ്രഹ ജീവികളും പറക്കും തളികകളും സംബന്ധിച്ച വാർത്തകളും എന്തിന് അഭ്യൂഹങ്ങൾ പോലും കൗതുകത്തിനുപരി ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനമടക്കം നിരവധി ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. പലപ്പോഴും അമേരിക്കയാണ് ഒട്ടുമിക്ക പറക്കും തളിക അഥവാ UFO വാർത്തകളുടെ കേന്ദ്രബിന്ദു. അതിലേക്ക് ഒടുവിലായി വന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ന്യൂയോർക്കിന് സമീപം ആകാശത്ത് അജ്ഞാത വസ്തുവുമായി വിമാനത്തിന്റെ കൂട്ടിയിടി തലനാരിഴയ്ക്ക് ഒഴിവായി എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ന്യൂയോർക്ക് തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ സിലിണ്ടർ ആകൃതിയിലുള്ള വസ്തുവുമായി കൂട്ടിയിടി ഒഴിവായെന്നാണ് വിമാനത്തിന്റെ പൈലറ്റുമാർ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ 2023 മെയ് 1 മുതൽ 2024 ജൂൺ 1 വരെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട 757 അജ്ഞാത വസ്തുക്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് പെന്റഗൺ പുറത്തുവിട്ടത്. ഇത്തരത്തിൽ UFOകൾ വിമാനത്തിന് ഭീഷണിയായ ആദ്യത്തെ സംഭവവും ഇതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നതിനാൽ കൂടുതൽ വിവരം പുറത്തുവിട്ടിട്ടില്ല. അജ്ഞാതമായ 757 ആകാശ വസ്തുക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ 300-ൽ പരം കേസുകൾ പക്ഷികൾ, ബലൂൺ, ഡ്രോൺ, സാറ്റലൈറ്റ് എന്നിവയാണെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റുള്ളവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പഠനം തുടരുകയാണ്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റിനെ പലരും പറക്കും തളികയായി തെറ്റിദ്ധരിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. പറക്കും തളികകൾ അഥവാ UFOയെക്കുറിച്ച് പഠനം നടത്തുന്നതിന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നിയോഗിച്ച ഓൾ ഡൊമെയ്ൻ അനോമലി റെസല്യൂഷൻ ഓഫീസ് അഥവാ ആരോ ഡയറക്ടർ ടി കൊളസ്കിയെ അമേരിക്കൻ സെനറ്റ് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. എന്നാൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചോ പറക്കും തളികകളെക്കുറിച്ചോ വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് കൊളോസ്കി പറഞ്ഞത്. എന്നാൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട എല്ലാ അജ്ഞാത വസ്തുക്കളും പക്ഷികളോ ബലൂണോ ആണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കൊളോസ്കി പറഞ്ഞു. പറക്കും തളികകളെക്കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും വിശദമായി പരിശോധിക്കുമെന്നും വസ്തുത ജനങ്ങളെ അറിയിക്കുമെന്നും കൊളോസ്കി പറയുന്നുണ്ട്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പതിറ്റാണ്ടുകളായി സർക്കാർ മൂടിവെക്കുകയാണെന്ന് മുൻ നേവി റിയർ അഡ്മിറൽ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ പൂർണ്ണമായി തള്ളുന്നതാണ് ആരോ ഡയറക്ടർ ഇപ്പോൾ നടത്തിയ പ്രസ്താവന. ഇത്തരം പറക്കും തളിക വാർത്ത ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 19 ഇംഫാൽ വിമാനത്താവളത്തിന് മുകളിലായി ദൃശ്യമായ വെളുത്ത നിറത്തിലുള്ള അജ്ഞാത വസ്തു വിമാന ഗതാഗതം 3 മണിക്കൂറോളം തടസ്സപ്പെടുത്തിയിരുന്നു. സൂര്യാസ്തമനത്തിന് മുമ്പ് ഈ അജ്ഞാത വസ്തു അപ്രത്യക്ഷമായെന്നാണ് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചത്. ചലച്ചിത്ര നടി ദിവ്യപ്രഭ കഴിഞ്ഞ ആഗസ്റ്റിൽ ആകാശത്ത് ദൃശ്യമായ അജ്ഞാത വസ്തുവിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ സഹിതം പങ്കുവച്ചിരുന്നു. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനയാത്രക്കിടെയാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ് ദിവ്യപ്രഭ അവകാശപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമല്ലെങ്കിലും നിർവചിക്കാനാവുന്നതിനപ്പുറം എന്തോ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന് വ്യക്തം. ഇക്കാര്യത്തിൽ ISRO ചെയർമാൻ സോംനാഥിന്റെ പ്രതികരണം കൂടി അവസാനം ഉൾപ്പെടുത്താം. 1000 വർഷം കൊണ്ട് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാൾ സാങ്കേതികമായി ഉന്നത നിലയിലുള്ള അന്യഗ്രഹ ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രപഞ്ചത്തിന്റെ ഏതോ കോണിലിരുന്ന് അവ പരസ്പരം സംവദിക്കുകയോ നിരീക്ഷിക്കുകയോ ആകാം. ഒരുപക്ഷെ ഇത് മനുഷ്യന്റെ ചിന്തയ്ക്കും പ്രാപ്തിക്കും അപ്പുറമുള്ള കാര്യമാകാം. അതിനാൽ തന്നെ ഇത്തരം സംഗതികളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് അതീവ ശ്രദ്ധയോടെ വേണം. ഒരുപക്ഷെ അത് അപകട സാധ്യത ഉണ്ടാക്കിയേക്കാമെന്ന് സോംനാഥ് പറഞ്ഞുവെക്കുന്നു.